ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 4-ാമത്തെ ദശകത്തിൽ 11, 12, 13, 14, 15 ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം 11-ാമത്തെ ശ്ലോകം. അഗ്നിവാസരവളർക്ഷപക്ഷകൈ ഉത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. പദം കുറിച്ച് പറയാം. അഗ്നിവാസര വളർക്ഷ പക്ഷകൈ ഉത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതഃ രവിപദം ഭവത്പരഃ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഊർധ്വലോകം ആഗ്രഹിക്കുന്ന യോഗി സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെല്ലാം ലോകത്തിലൂടെയാണ് ഈ യോഗി കടന്നു പോകുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ പറയണം. അപ്പോൾ ആ ലോകങ്ങളെക്കുറിച്ച് പറയാണ്. അഗ്നിദേവതയുടെ ലോകം, വാസരം പകലിൻ്റെ ദേവതയുടെ ലോകം, വളർക്ഷപക്ഷകൈ ശുക്ലപക്ഷ ദേവതയുടെ ലോകം, ഉത്തരായണ ജുഷാച്ച ദൈവതൈഹി ഉത്തരായണത്തോടു കൂടി ചേർന്ന ദേവതയുടെ ലോകം, രവിപദം പ്രാപിത രവിപദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ സൂര്യലോകത്തെ പ്രാപിക്കുന്നു, ഭവത്പരനായ അങ്ങയിലെ തൽപരനായ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന യോഗി, മോദവാൻ ദിവ്യ ആനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം ധ്രുവലോകത്തെ ഈയതെ പ്രാപിക്കുന്നു, എത്തിച്ചേരുന്നു. അപ്പോൾ ഊർധ്വലോകങ്ങൾ ആഗ്രഹിക്കുന്ന യോഗി മൂർധാവിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി പുറത്തേക്ക് പോയിട്ട് അഗ്നിദേവതയുടെയും പകലിൻ്റെ ദേവതയുടെയും ശുക്ലപക്ഷ ദേവതയുടെയും ഉത്തരായണത്തോടു കൂടി ചേർന്ന ദേവതയുടെയും ലോകങ്ങളെ കടന്ന് സൂര്യലോകത്തെ പ്രാപിക്കുന്നു. അങ്ങനെ അങ്ങയിൽ എത്തിച്ചേരാനായിട്ട് നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആ യോഗി ദിവ്യമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ധ്രുവലോകത്തെ പ്രാപിക്കുന്നു എന്ന് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയുന്നു. ഇനി 12-ാമത്തെ ശ്ലോകം. ആസ്ഥിതോധമഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവദുപാശ്രയസ്തദാ വേദസഃ പദമദഃ പുരൈവ വാ. പദം മുറിച്ച് പറയാം. ആസ്ഥിതഃ അഥ ആസ്ഥിതോധ മഹരാലയേ യഥാ ശേഷവക്ത്ര ദഹന ഊഷ്മണ അർദ്യതേ ദഹനോഷ്മണാർദ്യതേ ഈയത്തെ ഭവത് ഉപാശ്രയഃ തഥാ ഭവതുപാശ്രയസ്തഥാ വേദസഃ പദമതഃ പുരൈവ വാ. അഥ അതിനുശേഷം അങ്ങനെ ധ്രുവപദത്തെ പ്രാപിച്ചതിന് ശേഷം മഹരാലയെ ആസ്ഥിത മഹർലോകത്തിൽ സുഖമായി ഇരുന്നിട്ട് യഥാ എപ്പോഴാണോ ശേഷവക്ത്രം ശേഷൻ്റെ മുഖം ശേഷവക്ത്ര ആദിശേഷൻ്റെ മുഖത്ത് നിന്നും വരുന്ന ദഹനഃ അഗ്നിയുടെ ഊഷ്മണ ചൂടിനാൽ അർദ്യതേ പീഡിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണോ ആ ചൂടുകൊണ്ട് ദുഃഖമുണ്ടാകുന്നത് തഥാ അപ്പോൾ ഭഗവതഃ ഉപാശ്രയ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിട്ട് വേദസഹ ബ്രഹ്മാവിൻ്റെ വേദസഹ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ വേദസഹ ഈയതേ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. വാ അതഹ അതല്ലെങ്കിൽ
പുരായേവ മുൻപ് തന്നെ ആദിശേഷന്റെ മുഖത്തു നിന്നും വരുന്ന അഗ്നിയാൽ പീഡിപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഊർധ്വലോകങ്ങൾ ആഗ്രഹിക്കുന്ന യോഗി ധ്രുവപദത്തെ പ്രാപിച്ചതിന് ശേഷം മഹർലോകത്തിൽ സുഖമായി ഇരുന്നിട്ട് ആദിശേഷന്റെ മുഖത്തു നിന്നും വരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ചിലപ്പോൾ ആദിശേഷന്റെ അഗ്നിയുടെ ചൂടുകൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. ഇനി 13ാമത്തെ ശ്ലോകം. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദ്ദണ്ഡമോജസാം. പദമുറിച്ച് പറയാം. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസ. തത്ര വാ അവിടെയോ എന്ന് പറയുമ്പോൾ ബ്രഹ്മലോകത്തിലോ അഥവാ അതല്ലെങ്കിൽ തവ പദേ അങ്ങയുടെ പദത്തിലോ വസൻ വസിക്കുന്നവനായിട്ട് പ്രാകൃത പ്രളയത്തിലെ ബ്രഹ്മപ്രളയത്തിൽ മുക്തതാം ഏതി മുക്തിയെ പ്രാപിക്കുന്നു. അഥവാ അതല്ലെങ്കിൽ സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം പുരാ ഖലു മുൻപ് തന്നെ എന്ന് പറഞ്ഞാൽ പ്രാകൃത പ്രളയത്തിന് മുൻപ് തന്നെ ഓജസ യോഗബലം കൊണ്ട് ജഗദണ്ഡം ബ്രഹ്മാണ്ടത്തെ സംവിഭിദ്യ പിളർന്നിട്ട് വിമുച്യതേ മോചിക്കപ്പെടുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ബ്രഹ്മപദത്തെ പ്രാപിച്ചതിന് ശേഷം ആ യോഗി ബ്രഹ്മലോകത്തിലോ അതല്ലെങ്കിൽ വിഷ്ണുപദത്തിലോ വസിച്ചുകൊണ്ട് ബ്രഹ്മപ്രളയം വരുമ്പോൾ മുക്തിയെ പ്രാപിക്കുന്നു. അതല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ബ്രഹ്മപ്രളയത്തിന് മുൻപ് തന്നെ തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ യോഗി സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയുള്ള ലോകങ്ങളിലൂടെ എല്ലാം കടന്നുപോയിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. ക്രമമുക്തി. ഇനി 14ാമത്തെ ശ്ലോകം. തസ്യ ചക്ഷിതിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തഗാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. പദമുറിച്ച് പറയാം. തസ്യ ച ക്ഷിതി പയഃ മഹഃ അനിലഃ ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത് ആത്മകതയാ തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദം അനാവൃതം വിഭോ ഗുരുവായൂരപ്പ. ഈ യോഗി തസ്യ ച ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങൾ ക്ഷിതി പയഃ മഹഃ അനിലഃ ദ്യോ മഹത്ത് പ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, പ്രകൃതി എന്നീ സപ്തക ആവൃത്തി 7 ആവരണങ്ങളെ തത്തത് അതാതിൻ്റെ ആത്മകഥയ സ്വരൂപത്തിൽ വിശൻ അതിലേക്ക് പ്രവേശിച്ചിട്ട് സുഖി പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് തേ അവിടുത്തെ അനാവൃതമായ പദത്തെ എന്ന് പറഞ്ഞ യാതൊരു മറവുമില്ലാത്ത അങ്ങയുടെ പദത്തെ യാതി പ്രാപിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ യോഗി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, പ്രകൃതി എന്നിങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങളെയും കടന്നിട്ട് അതതിൻ്റെ സൂക്ഷ്മഭാവത്തിൽ
അതിലേക്ക് പ്രവേശിച്ചിട്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ യാതൊരു മറവുമില്ലാത്ത അവിടുത്തെ പദത്തെ പ്രാപിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഇങ്ങനെ മറവില്ലാതെ പ്രകാശിക്കുന്ന സ്വരൂപമാണ് എങ്കിലും നിരന്തര ധ്യാനത്തിലൂടെ മനസ്സ് നിർമ്മലമാക്കിയവർക്ക് മാത്രമാണ് ആ പദത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഇനി 15ാമത്തെ ശ്ലോകം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. പദമുറിച്ച് പറയാം. അർച്ചിഹി ആദി, അർച്ചിരാദി, ഗതിമീദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവത് ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. ജഗത്പദേ ജഗദീശ്വര, ഈദൃശീം ഇപ്രകാരം അർച്ചിരാദിഗതി അഗ്നിദേവത തുടങ്ങിയ ദേവതമാരുടെ ലോകങ്ങളിലൂടെ കടന്നു പോകുന്ന വ്രജൻ യോഗിക്ക് വിച്ഛുതിം ന ഭജതേ യാതൊരു നാശവും ഉണ്ടാകുന്നില്ല. ഭവദ്ഗുണോദയാൻ അങ്ങയുടെ ഗുണഗണങ്ങളെ ഉച്ചരന്തം പാടിപ്പുകഴ്ത്തുന്ന മാം എന്നെ അനിലേശൻ വായുപുരത്തിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ സച്ചിദാനന്ദ സ്വരൂപനായ അനിലേശ ഗുരുവായൂരപ്പ പാഹി മാം പാഹി എന്നെ രക്ഷിക്കണേ. ഇവിടെ അനിലൻ എന്ന് പറയുമ്പോൾ പ്രാണൻ, വായു, പ്രാണന്റെ പുരം ശരീരം, അതിൻ്റെ നാഥൻ അനിലേശൻ ഗുരുവായൂരപ്പൻ. അപ്പോൾ അഗ്നി മുതലായ ദേവതമാരുടെ ലോകങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന യോഗികൾക്ക് യാതൊരു നാശവും ഉണ്ടാകുന്നില്ല. ഭഗവാനെ അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന എന്നെയും അതുപോലെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ പറയണം. അപ്പോൾ എത്ര ദൂരം പോകുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത ഒരു ജീവിതയാത്രയാണിത്. അപ്പോൾ ആ ജീവിതയാത്രയിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സജ്ജനങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പതുക്കെ ആണെങ്കിലും ജന്മലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നിവിടെ മേൽപ്പത്തൂർ ഉറപ്പിച്ച് പറയാണ്. അതോടൊപ്പം ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ ദശകം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. ഈ ദശകം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാവർക്കും ദുർലഭമായ ഈ മനുഷ്യജന്മം സഫലമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.